എടുത്താമെന്നുള്ള റിസർച്ചിലാണുള്ളത്. ആ റിസർച്ചിൽ ഇരയായിരിക്കണം സമൂഹം. അതിനെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളും പഠനങ്ങളും അതേപോലത്തെ ഗവേഷണങ്ങളും ഇത് സമൂഹത്തിന് വേണ്ടി ഗവൺമെൻറ്റും അതുപോലെ തന്നെ മറ്റ് എല്ലാതരം സംഘടനകളും രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ തന്നെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആളുകളെ മരുന്നില്ലാതെ ജീവിക്കാൻ പഠിപ്പിക്കുക. തീർച്ചയായിട്ടും അതാണല്ലോ ആരോഗ്യ മേഖലയുടെ പുരോഗതി എന്ന് പറഞ്ഞാൽ. കൂടുതൽ മരുന്ന് ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും ഒരു മരുന്നും ഇല്ലാതെ ഞങ്ങളുടെ സമൂഹം ജീവിക്കുന്നു എന്ന് പറയുമ്പോഴാണല്ലോ തീർച്ചയായിട്ടും ഒരു നാട് വളർന്നു അല്ലെങ്കിൽ ആരോഗ്യ വിഷയത്തിൽ വളർച്ചയിലാണെന്ന് പറയാൻ പറ്റുക. അപ്പോൾ അത്തരത്തിൽ എത്താൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ മനുഷ്യനും ഈ അക്യുപങ്ചർ തിരിച്ചറിയുക തന്നെ വേണം. അതിനുവേണ്ടി ഈ മേഖലയിൽ നിൽക്കുന്ന എല്ലാവരും ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ആത്മാർത്ഥമായി നന്മ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. ശരിക്കും അവർ ഇതിനെപ്പറ്റി തിരിച്ചറിഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ ഇതിൻ്റെ നന്മയ്ക്ക് കീഴിൽ വരും, ഈ ഒരു കുടക്കീഴിൽ വരും എന്നുള്ളത് നമുക്ക് വളരെ പ്രതീക്ഷ. അതായത് ചില ചികിത്സകൾക്ക് സാമ്പത്തികമായി ബാധ്യതയായിട്ടേ ഒരുപാട് ഭിക്ഷ യാചിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് സാമൂഹിക സേവനം നടത്തുന്നവർ അവരും ഒരു നന്മ പോലെയാണല്ലോ അത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ അതല്ലാത്തൊരു ബദൽ സംവിധാനം അവരുടെ ക്ഷീണത്തിനായാലും അവരുടെ അസ്വസ്ഥതകൾക്കായാലും വേദനകൾക്കായാലും ഒരു ബദൽ സംവിധാനം ഇവിടെ ഉണ്ട്. ബദൽ എന്നതിന് ഉപരി ഇങ്ങനെ ഒരു മികച്ച സംവിധാനം ഉണ്ട് എന്നവർ മനസ്സിലാക്കുന്ന ഒരു വേളയിൽ തന്നെ ആളുകൾക്കും നാടിനും ഇതൊരു ആശ്വാസമായിരിക്കും. തീർച്ചയായും ജനങ്ങൾക്ക് ഇത് പ്രയോജനമുള്ള ചികിത്സയായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ. ഇനിയും ആളുകൾ ഇത് പഠിക്കാനും ഇതിനെപ്പറ്റി മനസ്സിലാക്കാനും ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കിലൂടെ